എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 40ാമത് സെഷനാണ്. ഇന്നലെ ആകസ്മികമായി ജയേട്ടൻ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത് ഈ 40 എന്നുള്ളത് എങ്ങനെയാണ് ജ്യോതിഷം ഒന്ന് മനസ്സിലാക്കാം, ഒന്ന് തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ജയേട്ടാ ഇങ്ങനെയാണ്, നമ്മൾ 13 അദ്വൈത ലഹരിയുടെ ആദ്യ എപ്പിസോഡ് അത് 13 ഉണ്ടായിരുന്നു. അത് ആ, പല പണ്ഡിത വര്യന്മാര് വന്ന് പങ്കെടുത്തതിന്റെ ബേസിലാണ് ആ ഒരു 13 അങ്ങനെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് വിശ്വനാഥ് സാറിന്റെ ക്ലാസ് ആരംഭിക്കുന്നത്. ഈ 13 അതുകൊണ്ടാണ് 13 തുടങ്ങി ഇതിപ്പോ 40ാമത്തെ സെഷനിൽ എത്തി നിൽക്കുകയാണ്. അതായത് ടോട്ടൽ 53ഓളം സെഷനായി നമ്മുടെ അദ്വൈത ലഹരി. ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ നമ്മൾ 40 എപ്പിസോഡൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം. അത് എനിക്ക് തന്നെ തോന്നി. ഇന്നലെ ജയേട്ടന്റെ ആ ഒരു ഇതില് എനിക്ക് തന്നെ തോന്നി, ശരിയാണ് 40 എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ ഓൺലൈനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തി 4 വർഷം നമ്മുടെ അദ്ദേഹത്തിന്റെ, എനിക്ക് തോന്നുന്നു വിശ്വാസ് സാറിന്റെ ആ പ്രതിബദ്ധത തന്നെയാണ്. ഒരു മടിയും കൂടാതെ ഒരാളായിക്കോട്ടെ രണ്ടാളായിക്കോട്ടെ ഒരു പരിഭവോ പരാതികളോ ഒന്നുമില്ലാതെ എല്ലാ ക്ലാസ്സിനും അദ്ദേഹം കൃത്യമായി തന്നെ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. കുട്ടികളെക്കാട്ടിൽ ഗുരുവാണ് ഈ ഇതില് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും വളരെ സന്തോഷം വിശ്വാസ് സാർ, അങ്ങയോർത്ത് അഭിമാനിക്കുന്നു. തീർച്ചയായും ഇന്നത്തെ ദ്വൈതലഹരിയുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ജേട്ട. വളരെ പ്രത്യാദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ വിശ്വനാഥ് സാറിനെ പ്രത്യാദരപൂർവ്വം ക്ഷണിച്ചു. ജയശങ്കർ. സഹവീര്യം കരമാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായിട്ടുള്ള ഇനി നമ്മൾ ആരംഭിക്കേണ്ടത് ബൃഹദാരണ്യക ഉപനിഷത്താണ്. ഛാന്തോക്യ ഉപനിഷത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 10 ഉപനിഷത്തിൽ ഏറ്റവും ഒടുവിലെത്തിയതായ ബൃഹദാരണ്യക ഉപനിഷത്താണ്. പേര് സൂചിപ്പിക്കുന്നത് തന്നെ അത് ബൃഹത്താണ്, വലുതാണ്. ആ വാക്കിലാണ് ആരംഭിക്കുന്നത്. ബൃഹത്ത്, ആരണ്യകം, ഉപനിഷത്ത്. ഇത്രയും 3 വാക്കിൻ്റെ അതുണ്ട്. ബൃഹത്, ആരണ്യക, ഉപനിഷത്ത്. വേദത്തിന് 4 ഭാഗങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതിലെ മന്ത്രഭാഗത്തിനാണ് സംഹിത എന്ന പേര്. രണ്ടാമത്തേത് ബ്രാഹ്മണം യജ്ഞവിധാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ്. ആരണ്യകം വാനപ്രസ്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഉപനിഷത്താകട്ടെ സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. 4 ആശ്രമത്തിലേക്ക് വേണ്ടിയുള്ളതാണ് 4 ഭാഗങ്ങൾ: സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതിലെ ഈ ഉപനിഷത്ത് 4 വേദഭാഗങ്ങൾ 4 ആശ്രമവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഇവിടുത്തെ 2 എണ്ണമാണ്. ഒന്ന് ആരണ്യകം, പിന്നൊന്ന് ഉപനിഷത്ത്. അതുകൊണ്ടാണ് ബൃഹത് ആരണ്യക ഉപനിഷത്ത് പേര് വന്നത്. രണ്ടും കൂടി ചേർന്നപ്പോൾ അത് ബൃഹത്തായതാണ്, വലുതായതാണ്. ഇതും ഛാന്തോക്യത്തിലെ പോലെ തന്നെ ഉപാസനയാണ് പ്രധാനം. ഉപാസനയാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യം. ഛാന്തോക്യം പോലെ തന്നെ ഉപാസനയുടെ കർമ്മത്തിന്റെ ഫലം ഉപാസനയാണ് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഈ ഉപനിഷത്ത് നൽകുന്ന ഒരു വലിയ സന്ദേശം. ഏത് കർമ്മവും ഉപാസനയാക്കി മാറ്റണം.
അത് ജ്ഞാനമായി പരിണമിച്ച് മോക്ഷോപയോഗിയായി തീരും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഗൃഹസ്ഥാശ്രമികൾക്ക് കർമ്മം ചെയ്യണം. ആ കർമ്മം വാനപ്രസ്ഥത്തിന് ഉപാസനയാക്കി മാറ്റണം. സന്യാസത്തിൽ ഏറ്റവും ഒടുവിൽ അത് എല്ലാം ഉപേക്ഷിച്ച് മോക്ഷത്തിലേക്ക് എത്തിച്ചേരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളൊക്കെയും കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഇല്ല, നമുക്ക് പറ്റില്ല. നിത്യകർമ്മങ്ങളുണ്ട്, സന്ധ്യാവന്ദനാദികളുണ്ട്, പൂജകളുണ്ട്, ഹോമങ്ങളുണ്ട്, യജ്ഞങ്ങളുണ്ട്, നാമജപങ്ങളുണ്ട്, പലതരത്തിലുള്ള ആധ്യാത്മിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ഈ കർമ്മങ്ങളൊക്കെ ഉപാസനയായി അനുഷ്ഠിക്കാൻ സാധിക്കും. ഇതാണ് ഈ ഉപനിഷത്ത് നൽകുന്ന ഒരു വലിയ പാഠം. നമ്മൾ ഇന്ന് പലപ്പോഴും ഒരു ഉപാസനയായിട്ടല്ല ചെയ്യാറുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഉപനിഷത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഫലം മോഹിച്ചാവരുത്, ദക്ഷിണ മോഹിച്ചാവരുത്, എനിക്ക് ഭക്തി ഉണ്ടാകണമെന്ന വിചാരത്തോടെ ആവരുത്, മോക്ഷം ഉണ്ടാകണമെന്ന വിചാരത്തോടെ ആവരുത്. ഇതൊന്നുമില്ലാതെ ഇതൊരു ഉപാസനയായി ഇതൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്, ഇത് എന്റേതായ ഒരു കടമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്താൽ ഏത് ജോലിയും ഏത് കർമ്മവും ഉപാസനയാക്കി മാറ്റാൻ പറ്റും. ഈ ബൃഹദാരണ്യകം ആദ്യം നൽകുന്ന സന്ദേശം ഇതാണ്. എന്ത് ചെയ്യണം? ഉപാസനയാക്കി മാറ്റണം. ജീവിതം മുഴുവനും ഏത് കർമ്മവും ഉപാസനയാവണം. ഛാന്തോഗ്യം ആ ഉപാസന എങ്ങനെ വേണം എന്ന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഓങ്കാര തത്വത്തെ പോലും സർവവ്യാപകമായ ഒരു ഉപാസനയാക്കി എന്തിനേയും ഈശ്വരഭാവനയിൽ കണ്ട് ഉപാസനയാക്കി മാറ്റാൻ കഴിയണം എന്ന് ഉപദേശിച്ചു. പക്ഷെ ബൃഹദാരണ്യകം ഈ ഒരു ലക്ഷ്യത്തോടെയാണ്. കർമ്മങ്ങളെ മുഴുവനും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആവരുത്, കർമ്മഫലത്തിന് വേണ്ടി ആവരുത്. അതിനെ നമുക്ക് ഉപാസനയാക്കി പരിണമിച്ച് ഇതെന്റെ കടമയാണെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ആ കർമ്മം യജ്ഞമായി മാറും. അപ്പോഴാണ് അതിനെ കർമ്മത്തെ കർമ്മയോഗം എന്ന് ഗീത വിളിക്കുന്നത്. ആ യജ്ഞമാണ് നമ്മെ മോക്ഷമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഈ ഉപനിഷത്തും ഒരു ശാന്തി പാഠത്തോടെയാണ് തുടങ്ങുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, പല പ്രാവശ്യം പലയിടത്തും വന്നിട്ടുണ്ട്. നമ്മുടെ നിത്യേനയുള്ള ഉപനിഷത്ത് ക്ലാസിന്റെ ഉപസംഹാരത്തിന് വരുന്നതാണ്. അർത്ഥം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അർത്ഥത്തിലേക്കൊരു പുനർവായനയിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ ഉപനിഷത്ത് നമുക്ക് ലഭിച്ചത് ശുക്ലയജുർവേദത്തിലെ ശതപഥ ബ്രാഹ്മണത്തിൽ നിന്നാണ്. ശുക്ലയജുർവേദത്തിലെ ശതപഥ ബ്രാഹ്മണത്തിൽ നിന്നുമാണ് ബൃഹദാരണ്യം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം യജുർവേദമാണ് ഇതിലെ വിഷയം. അത് കർമ്മപ്രധാനമാണ്. ഇതിലെ 6 അധ്യായങ്ങളെ 2 അധ്യായം വീതമുള്ള 3 ഖണ്ഡങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മധുകാണ്ഡം, യാജ്ഞവൽക്യകാണ്ഡം, ഖിലകാണ്ഡം എന്ന് 3 അധ്യായം. 47 ബ്രാഹ്മണങ്ങളായി 428 മന്ത്രങ്ങളാണ് ഈ ബൃഹദാരണ്യത്തിലുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് ഇത്തിരി വലുതാണ്, ബൃഹത്താണ്. ആരണ്യക ധർമ്മങ്ങൾ എങ്ങനെ ഉപാസനയിലൂടെ സന്യാസധർമ്മമായ ഉപനിഷത്തിലൂടെ ജ്ഞാനത്തിലൂടെ മോക്ഷത്തിന്റെ തീർക്കണം നമ്മെ ബോധ്യപ്പെടുത്തണം. ആദ്യത്തെ കാണ്ഡമായ മധുകാണ്ഡത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം ബ്രാഹ്മണത്തിന് അശ്വബ്രാഹ്മണം എന്നാണ് പേര്. പേര് സൂചിപ്പിക്കുന്നവർ തന്നെ അശ്വമേധമാണ് വിഷയം. അശ്വബ്രാഹ്മണം എന്ന് പറഞ്ഞത് അശ്വമേധത്തെ കുറിക്കുന്ന ഒരു ബ്രാഹ്മണമാണ് ഇതിലെ 1-ാമത്തെ ഖണ്ഡത്തിലെ പ്രതിപാദ്യം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ അശ്വം എന്നുള്ളത് വെറും കുതിരയല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുതിരയാണ്. ഒരു കുതിര എന്നുള്ളത് നമ്മുടെ കണ്ണിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വസ്തുവല്ല, പ്രപഞ്ചത്തിന്റെ അതിർത്തിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുതിരയാണ്. 14 ലോകങ്ങളും അതിലെ സമസ്ത പദാർത്ഥങ്ങളും ഈ കുതിരയിലുണ്ട്. അങ്ങനെ ഈ കുതിര ഒരു പ്രതീകമായി മാറുകയാണ്. അശ്വമേധത്തിലെ ദിഗ്വിജയത്തിനുള്ള കുതിര ശക്തിയുടെ പ്രതീകമാണ്. അശ്വമേധത്തിലെ കുതിരയുടെ ഏറ്റവും വലിയ മഹത്വം ദിഗ്വിജയമാണ്. നാനാദിക്കിലും ചെന്ന് പലരെയും പരാജയപ്പെടുത്തി ആ നാട്ടിനെ തന്നോട് ചേർത്ത് പറയാനുള്ള ഒരു കരുത്ത് ഈ കുതിരയ്ക്കുണ്ട്. അപ്പൊ അശ്വമേധത്തിലെ ദിഗ്വിജയത്തിന്റെ ശക്തിയാണ് നമ്മളിപ്പോ കണ്ട പ്രതീകാത്മകമായ അശ്വമേധത്തിലെ കുതിരയ്ക്ക് നൽകുന്നത്. ഈ കുതിര
എല്ലാ ദിക്കിനെയും ജയിക്കുന്ന സർവവ്യാപിയ. മേൽപ്പത്തൂര് ദേശകാലാവധിഭ്യാം നിർമുക്തം എന്ന് നാരായണീയത്തിൽ പറയുന്നത് പോലെ എല്ലാ ദേശത്തും എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ കുതിരയെ ദിഗന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനായിട്ട് സങ്കല്പിക്കാം. ആ വിരാട് പുരുഷന്റെ ഓരോ അംഗങ്ങളുമാണ് കുതിരയുടെ ഓരോ അവയവങ്ങളുമെന്ന് പ്രതീകാത്മകമായ അശ്വമേധത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ കാണ്ഡം ആരംഭിക്കുന്നത്. ആ മന്ത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, വിഷയം മാത്രമേ പറയുന്നത്. അപ്പൊ ഓരോന്നും വിരാട് പുരുഷനിൽ കണ്ട ഓരോ അംഗങ്ങളും ഈ കുതിരയിലുണ്ട്. അതുകൊണ്ട് ഈ കുതിര ഒരു വിരാട് പുരുഷ ഭാവനയിൽ കൂടിയാണ് കാണുന്നത്. നൈവേഹ കിഞ്ചന അഗ്ര ആഫീത് മൃത്യുഹു നൈവേദം ആവൃതം ആഫീത് എന്നാണ് തുടങ്ങുന്നത്. ഏവ ഇഹ കിഞ്ചന അഗ്ര ആഫീത്, ഈ സൃഷ്ടിയിൽ ഒന്നുപോലും ആദ്യം ഉണ്ടായിരുന്നില്ല. ഏവ ഇഹ കിഞ്ചന അഗ്ര ആഫീത്, ഇവിടെ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഈ ചൈതന്യത്തെ കൊണ്ട് നിറഞ്ഞതാണ്, ആവൃതം. മൃത്യുഹു നൈവ, മൃത്യുവില്ല. ഇതം ആവൃതം ആഫീത്, ഇത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവരണം ചെയ്ത് നിലനിൽക്കുകയാണ്. ഇതാണ് മേൽപ്പത്തൂര് നാരായണീയത്തിന്റെ 5-ാം ദശകത്തിലുള്ള ശ്ലോകത്തിൽ പറയും. വ്യക്തൗ വ്യക്തം ഇതം നഗജിത ഭവത്പ്രാകൃത പ്രക്ഷേ മായായം ഗുണസമ്യരുദ്ധ വികൃതൗ ത്വയ്യാഗതായം ലയം നോ മൃത്യുശ്ച തദാമൃതഞ്ജഫമഭൂന്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാഖിലപരാനന്ദ പ്രകാശത്മനാം. മൃത്യുർ നൈവേദം, ഇതേ വാക്കാണ് മേൽപ്പത്തിൽ ഉപയോഗിച്ച് നോ മൃത്യുശ്ച തത് അമൃതഞ്ജഫമഭൂത്, ഒന്നും ഉണ്ടായിരുന്നില്ല, തുല്യമാണ് രണ്ടും. വ്യക്തവും അവ്യക്തവുമായി കാണപ്പെടുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. മൃത്യുവില്ല, അമൃതത്വമില്ല, രാത്രിയില്ല, പകലില്ല, അങ്ങ് മാത്രം ഒരു പ്രകാശസ്വരൂപനായി അവശേഷിച്ചിരുന്നു എന്ന് അവിടെ വർണ്ണിക്കുമ്പോൾ ആ ബ്രഹ്മചൈതന്യത്തിലുമാണ് എല്ലാം സൃഷ്ടമായത്. ഉണ്ടായ ആ ഒരു വസ്തുവിൽ നിന്നാണ് ബാക്കി എല്ലാം പിന്നീട് ഉണ്ടായി വരുന്നത്. പ്രജാപതിമാർ, മനുക്കൾ, ദേവതമാർ, ഇന്ദ്രിയാധിഷ്ഠിത ദേവതമാർ, പ്രാണാദികൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിന്റെ ഓരോ സൃഷ്ടിക്രമവും വർണ്ണിച്ച് പ്രാണനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അത്യന്തം പ്രാണോപാസനയാണ് ഇനിയും മനുഷ്യ ജീവിതത്തിൽ കർമ്മപഥത്തിൽ അനുഷ്ഠിക്കേണ്ടത്. ഈ പ്രാണോപാസനയാണ്. മുമ്പ് ഓങ്കാരോപാസന പറഞ്ഞെങ്കിൽ ഇവിടെ പ്രാണോപാസന. അതിൽ മന്ത്രജപങ്ങൾ അനിവാര്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സ്തുതിക്കുന്ന, അതിനെ വിവക്ഷിക്കുന്ന ഒരു പ്രസ്തോതാവ് എന്ന വാക്ക് ഇന്നത്തുണ്ട്. മുമ്പുള്ള ഉപനിഷത്തിലും വന്നിരുന്നത് ഉറക്ക പാടുന്ന ഒരാളുടെ പേരാണ്. അതുകൊണ്ട് പ്രസ്തോതാവ് ഈ പ്രാണനെ ഉപാസിക്കുന്നവനായ ഉപാസകൻ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ഉപാസിക്കാൻ. എന്താണ്? അഫതോ മാ ഫദ്ഗമയാം തമസോ മാ ജ്യോതിർഗമയാം മൃത്യോർമാ അമൃതം ഗമയ. ഈ മന്ത്രം ഛാന്തോക്യത്തെ ആദ്യത്തെ കണ്ടത്തുള്ള മന്ത്രമാണ്. അഫതോ മാ ഫദ്ഗമയ, അഫതഹ അഫത്തിൽ നിന്നും, മാ എന്നെ, ഫദ്ഗമയ ഫത്തിലേക്ക് എത്തിക്കൂ. അഫത്തിൽ നിന്നും എന്നെ ഫത്തിലേക്ക് എത്തിക്കൂ. തമസോ മാ ജ്യോതിർഗമയ, തമസിൽ നിന്നും എന്നെ ജ്യോതിഷിലേക്ക് എത്തിക്കൂ. തമസോ തമസിൽ നിന്നും, മാ എന്നെ, ജ്യോതിർഗമയ ജ്യോതിഷിലേക്ക് എത്തിക്കൂ. മൃത്യോഹോ മൃത്യുവിൽ നിന്നും, മാ എന്നെ, അമൃതം ഗമയ അമൃതത്തിലേക്ക് എത്തിക്കൂ. ഇവിടെ ഈ മാ എന്നുള്ള അരുത് എന്നുള്ള അർത്ഥത്തിലല്ല, എന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ മായ്ക്ക് രണ്ടർത്ഥമുണ്ട്, ഒന്ന് അരുത്, ഒന്ന് എന്നെ എന്നുള്ളതാണ്. അതുകൊണ്ട് അസത്തിൽ നിന്നും സത്യത്തിലേക്കും, അസത്തായ മിഥ്യയായ പ്രാപഞ്ചിക പദാർത്ഥങ്ങളുടെ വിജ്ഞാനത്തിൽ നിന്നും സത്തായ ആത്മചൈതന്യ രൂപത്തിലേക്ക് എത്തിക്കൂ. അതാണ് അഫത്തോ മാ സദ്ഗമയ. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സമസ്ത വൈജ്ഞാനിക പദാർത്ഥങ്ങളും അസത്തുകളാണ്. അത് എന്നും നിലനിൽക്കില്ല, അത് സത്തല്ല, അത് മാഞ്ഞു പോകും, ഇല്ലാണ്ട് പോകും, വേറെ ഉണ്ടാകും, പിന്നെയും വരും, പോകും. ഇങ്ങനെയുള്ള ആ അസത്തിൽ നിന്നും അതിലേക്കാണ് ഞാനിപ്പോൾ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്റെ ജീവിതം മുഴുവൻ ഈ അസത്തിൽ കൂടി സഞ്ചരിച്ചു പോവുകയാണ്. ഞാൻ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും സമ്പാദിച്ചു കൂട്ടുന്നതും ഒക്കെ അസത്തുകളാണ്.
അതൊക്കെ നഷ്ടപ്പെടുന്നതാണ്, നശിക്കുന്നതാണ് എന്ന് അറിയാമെങ്കിൽ പോലും ഞാൻ അതിന്റെ പുറകെ ഓടി നടന്ന് അത് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹേ ജഗദീശ്വര, എന്നെ ഈ അസത്തിൽ നിന്നും സത്തായ ആത്മജ്ഞാനത്തിന്റെ വിഷയമായ ഈശ്വര ഉപാസനയിലേക്ക് നയിക്കണമേ എന്നൊരു പ്രാർത്ഥന. അത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. എന്നും ഇതേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ഈ ഭൗതിക പദാർത്ഥങ്ങളുടെ പുറകെ, നശിക്കുന്നതിന്റെ പുറകെ ഓടി നടക്കാതെ എന്നെ സത്തിലേക്കൊന്ന് തിരിച്ചുവിടൂ. സത്ത് ഈശ്വരനാണ്, ബ്രഹ്മമാണ്, ചൈതന്യമാണ്. അതിലേക്ക് എന്നെ ഒന്ന് തിരിച്ചുവിടൂ. വിജ്ഞാനത്തിൽ നിന്നും എന്നെ ആനന്ദത്തിലേക്ക് തിരിച്ചുവിടൂ. അതാണ് അസതോ മാ സദ്ഗമയ, ഇനി തമസോ മാ ജ്യോതിർഗമയ. അജ്ഞാനത്തിൽ നിന്നും ആകുന്ന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് എന്നെ വിടണം. അജ്ഞാനം അന്ധകാരമാണ്, കൂരിരുട്ടാണ്. ജ്ഞാനം ഒരു പ്രകാശമാണ്. ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത് അധികവും അജ്ഞാനമെന്ന അന്ധകാരമാണ്. എല്ലാ തരത്തിൽ സ്വീകരിക്കുന്ന ഈ വൈജ്ഞാനിക വിഷയങ്ങളൊക്കെ അജ്ഞാനമാണ്. അജ്ഞാനം അറിവില്ലായ്മ എന്നല്ല, ബ്രഹ്മത്തിലേക്ക് എത്താൻ സഹായിക്കാത്തത്, അത്രേ ഉള്ളൂ. ഒന്നാണ് അജ്ഞാനം എന്നതിന് പേര്. അതിൽ നിന്നും എന്നെ വിടർത്തി മാറ്റിയിട്ട് ജ്ഞാനത്തിലേക്ക്, ജ്യോതിഷിലേക്ക്. ജ്യോതിഷ് ഒരു പ്രകാശമാണ്, ജ്ഞാനം ഒരു പ്രകാശമാണ്. ഇപ്പോൾ ഞാൻ ഈ ഇരുട്ടെന്ന അജ്ഞാനത്തിൽ കിടക്കുകയാണ്. ഇരുട്ടിൽ നിൽക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഇരുട്ട് കണ്ടാൽ അപ്പൊ എവിടുന്നെങ്കിലും വെളിച്ചം ഉണ്ടാക്കി വെക്കും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും ഇരുട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും എന്നെ ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കൂ എന്ന പ്രാർത്ഥനയാണ്. വരൂ. എന്നെ ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കൂ എന്നൊരു പ്രാർത്ഥനയാണ്. അടുത്ത മൃത്യോഹോമ അമൃതം ഗമയ. മൃത്യുവിൽ നിന്നെ അമൃതത്തിലേക്ക് കൊണ്ടുപോകൂ. മരണസ്വഭാവത്തോട് കൂടിയതായ ഈ മർത്യജീവിതത്തിൽ നിന്നും എന്നെ അമർത്യനാക്കി മാറ്റണം. ഇതാണ് പ്രാണോപാസനയുടെ ലക്ഷ്യം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രാണനെ, വായുവിനെ, ഒരു പ്രസ്തോതാവ്, ഈ 3 വരികളാകുന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ച് അതിനെ ഉപാസന ചെയ്ത് മന്ത്രപൂരിതമായി പ്രാണനെ ഉപാസിക്കുമ്പോൾ അത് മനുഷ്യ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അതുകൊണ്ട് പ്രാണോപാസനയിൽ അവശ്യം വേണ്ട മന്ത്രം ഇതാണ്: അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഇപ്പൊ ഞാനിവിടെ അനുഷ്ഠിക്കുന്ന എത്ര തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളുടെ ഫലമായി ഞാൻ എത്തുന്ന മൃത്യുവിലേക്കാണ്. ആ മൃത്യുവിൽ നിന്നും എന്നെ അമൃതത്വത്തിലേക്ക്, ഇനി ഒരിക്കലും ജനിക്കാത്ത അവസ്ഥ, മരിക്കാത്തല്ല ജനിക്കാത്ത അവസ്ഥ, അതാണ് അമരത്വം, അമൃതത്വം. അതിലേക്ക് എന്നെ തിരിച്ചു വിടണമേ എന്നൊരു പ്രാർത്ഥനയാണ്. വിരാട് സ്വരൂപനായ ഈ പരമാത്മ ചൈതന്യം മാത്രമേ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും മറ്റൊന്നും ഇല്ലാതിരുന്നപ്പോൾ രണ്ടാമതൊന്ന് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു ഈ ഒന്നായ വസ്തു. അഹം എന്ന ബ്രഹ്മമാണ്, തത്വമസി എന്ന ബ്രഹ്മമാണ്, പ്രജ്ഞാനം എന്ന ബ്രഹ്മമാണ്. അത് ആഗ്രഹിച്ചു. എന്താണ്? എനിക്ക് പലതായിത്തീരണം, രണ്ടാമതൊന്ന് ഉണ്ടാവണം. സ്വവൈ നൈവ രേമേ തസ്മാത് ഏകാകീനരമതേ. ഏകാകിയായിട്ട് എനിക്ക് രമിക്കാൻ സാധിക്കില്ല. ഒന്നിനോടും എനിക്ക് ചേരാൻ പറ്റില്ല. ആദ്യമായി ഉണ്ടായിരുന്ന പ്രകാശസ്വരൂപമായ ബ്രഹ്മചൈതന്യം എനിക്ക് എന്തിനോടും ഒന്ന് ചേർന്ന് ഒന്നിച്ചു പോകാൻ കഴിയണമേ എന്ന് ആഗ്രഹിച്ചപ്പോൾ അത് സദ്വിതീയം ഐച്ഛത്, രണ്ടാമതൊന്ന് വേണം എന്നാഗ്രഹിച്ചു. സഹിതാവാൻ അഫ, അവൻ 1 2 തീർന്നു. യഥാ സ്ത്രീ പുമാംസോ സംപരിഷു, ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമായി. അവിടുന്നാണ് സൃഷ്ടിക്രമങ്ങൾ ഇമമേവ ആത്മാനം ദ്വേധ അപാതയത്. ഈ ഒന്നായ ആത്മാവിനെ 2 മാറ്റി. തതഹ പതിശ്ച പത്നീച്ച അപ്രത. അങ്ങനെ സ്ത്രീ പുരുഷന്മാർ എന്താണ്? പതിയും പത്നിയുമായിട്ട് അവിടെ തീർന്നു. അങ്ങനെ
ഈ സ്ത്രീ പുരുഷന്മാർ എല്ലായിടത്തും ഉണ്ട്. ഈ ബ്രഹ്മസ്വരൂപം എന്ന പ്രകാശത്തിന്റെ ഒരു ഭാഗം സ്ത്രീയും ഒരു ഭാഗം പുരുഷനുമായി. അങ്ങനെയാണ് സ്ത്രീയുടെ പുരുഷന്റെ അർത്ഥഭാഗം സ്ത്രീയായി അന്നു മുതലേ പരിണമിച്ചു. ഇത് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെയാണ്. ഒറ്റയ്ക്കിരുന്നാൽ ലഭിക്കാത്ത സന്തോഷം രണ്ടുപേർ കൂടുമ്പോൾ ലഭിക്കേണ്ടതാണ്. അങ്ങനെ അവിടെ നിന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ ഉണ്ടായത്. പ്രജാപതി തന്നിലുള്ള പുരുഷത്വവും സ്ത്രീത്വവും രണ്ടാക്കി തന്നെ അനുഭവിക്കാൻ പാകത്തിന് മിഥുനങ്ങളായി. ഈ സ്ത്രീ ഭേദങ്ങൾ സകല പക്ഷികളിലും മൃഗങ്ങളിലും പ്രാണികളിലും സസ്യലതാദികളിലും ഒക്കെ പ്രകടമായി കാണാം. പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളിലും ഈ രണ്ട് ഭേദങ്ങൾ. അതുകൊണ്ട് അതാണ് സൃഷ്ടിക്ക് കാരണമായത്. ഈ രണ്ടിനും കാരണമായത് ആത്മസ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ആത്മസ്വരൂപമായ ബ്രഹ്മത്തെ തന്നെയാണ് ഉപാസിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർ ബ്രഹ്മാവ ഇതമഗ്രാഫീത് തത് ആത്മാനമേവ അവേത് അഹം ബ്രഹ്മാസ്മി. ബ്രഹ്മത്തിനാണ് രണ്ടും ഉണ്ടായത്. രണ്ടുപേരും തിരിച്ചറിയേണ്ടത് ഞാൻ ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ്, അതുകൊണ്ട് എനിക്ക് ബ്രഹ്മത്തെ പ്രാപിക്കാൻ പറ്റണം എന്നാണ് ഈ സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും എന്ത് ചെയ്ത് സങ്കല്പിക്കുന്നത്. ഇനിയും തുടർന്ന് ആ സ്ത്രീ പുരുഷന്മാർ ആ മിഥുനത്തിൽ നിന്നും ഉണ്ടായ സൃഷ്ടികളെ കുറിച്ചുള്ള വിശദമായ വർണ്ണനയാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളായ ഓരോ സൃഷ്ടികളെ കുറിച്ചും അവയുടെ ഗുണഗണങ്ങളെക്കുറിച്ചും വർണ്ണങ്ങളെക്കുറിച്ച് വർണ്ണധർമ്മങ്ങളെക്കുറിച്ച് ആ ഓരോ വർണ്ണികളും അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് ഈ ഉപനിഷത്തിന്റെ ഈ ഖണ്ഡത്തിൽ. ജ്ഞാനപ്രധാനമാണ് ഉപനിഷത്തെങ്കിലും ഇത് കർമ്മപ്രധാനം. യജുർവേദത്തിൽ നിന്നും ഉണ്ടായി വന്ന ഉപനിഷത്താണ് എന്ന് മാത്രമല്ല ഉപാസനയാണ്. കർമ്മത്തെ ഉപാസനയാക്കി മാറ്റുമ്പോൾ അത് ജ്ഞാനമായി പെടും. അതാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് നൈവ വ്യഭവത് തച്ഛേയോ രൂപം അത്യഫൃഞ്ജത ധർമ്മം തദേത ക്ഷത്രസ്യ ക്ഷത്രം യദ്ധർമ്മ തസ്മാത് അർദ്ധമാത് പരം നാസ്തി. അതുകൊണ്ട് കർമ്മത്തെ സൃഷ്ടിച്ചു, പുംസ്ത്രീ ഭേദങ്ങളെ സൃഷ്ടിച്ചു, അവർ തമ്മിൽ കൂടിച്ചേരുന്ന കർമ്മത്തെ സൃഷ്ടിച്ചു. അങ്ങനെ ആ ധർമ്മമോ കർമ്മമോ ചെയ്യാൻ അവൻ ശക്തനായില്ല. കാരണം കർമ്മം ചെയ്യണമെങ്കിൽ ഒരു ഉപാധി വേണം. ഉപാധി ഇല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റില്ല. അതുവരെ കർമ്മം ധർമ്മമാക്കി മാറ്റിയിട്ട് ബ്രാഹ്മണരുടെ കർമ്മം ബ്രാഹ്മണർക്ക് അധീനമായി, ക്ഷത്രിയന്മാരുടെ കർമ്മം ക്ഷത്രിയർക്ക് അധീനമായി, വൈശ്യധർമ്മം വൈശ്യന് അധീനമായി, ശൂദ്രധർമ്മം ശൂദ്രന് അധീനമായി, സ്ത്രീയുടെ ധർമ്മം സ്ത്രീകൾക്ക് അധീനമായി, പത്നിയുടെ ധർമ്മം പത്നിക്ക് അധീനം. എത്ര ധർമ്മങ്ങളുണ്ടായി! വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ, മനുഷ്യധർമ്മം, സ്ത്രീധർമ്മം, പത്നീധർമ്മം, പുത്രധർമ്മം, ഭർത്തൃധർമ്മം, പ്രജാധർമ്മം എന്നിങ്ങനെ അനേക തരത്തിലുള്ള ധർമ്മഭേദങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ട് തസ്മാത് ധർമാത്പരം നാസ്തി, ധർമ്മത്തിനപ്പുറത്തൊന്നുമില്ല എന്ന് വ്യക്തമാക്കി. 4 വർണ്ണികളും അവരുടെ ധർമ്മമാണ് ഏറ്റവും വലുത് എന്ന് ഈ ബൃഹദാരണ്യകം നമ്മെ ബോധ്യപ്പെടുക. അപ്പൊ ഉപാസനയിലേക്ക് പോകണമെങ്കിൽ കർമ്മം വേണം. ആ കർമ്മത്തെ ധർമ്മമാക്കിയിട്ട് വേണം ആചരിക്കാൻ. അപ്പോൾ മാത്രമേ കർമാത്മകമായ ഈ ധർമ്മം ഉപാസനയാകുള്ളൂ. അതുകൊണ്ടാണ് ഭാരതത്തിൽ എപ്പോഴും ധർമ്മം ചര ധർമ്മം ചര, ധർമ്മം അനുഷ്ഠിക്കൂ ധർമ്മം അനുഷ്ഠിക്കൂ എന്ന്. ഓരോ പദാർത്ഥങ്ങൾക്കും അതിൻ്റെതായ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ വിട്ടത് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അധികമായി ചെയ്യാം, മറ്റു ധർമ്മങ്ങളെ ആവിഷ്കരിക്കാം. പക്ഷേ സ്വധർമ്മത്തെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെപ്പോഴെങ്കിലും അവരിലേക്ക് കടന്നുകൂടുക തന്നെ. ഇതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് ഈ സ്വധർമ്മം. അതുകൊണ്ട് ഈ പ്രജാപതി തനിക്ക് ഈശ്വരൻ ലഭിച്ച ജ്ഞാനം കൊണ്ട്, തനിക്ക് ഉപാദാനമായി ലഭിച്ച കർമ്മം കൊണ്ട് സൃഷ്ടി ആരംഭിച്ചു. ആ സൃഷ്ടിക്ക് വേണ്ട ഉപകരണങ്ങൾ 7ആയിട്ട് തിരിച്ചു. സപ്തന്നങ്ങൾ എന്നാണ്. 7 തരം സൃഷ്ടികളുണ്ടായി. അന്നം എന്നതിന് വിഭാഗം എന്ന് മാത്രമാണ് ഇവിടെ അർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്ന ചോറ് അങ്ങനെയുള്ള ധാന്യങ്ങളെ കുറിച്ചല്ല. ഒരു വിഭാഗം എന്ന ഇവിടെ അന്നത്തിന് അർത്ഥമുള്ളൂ. അങ്ങനെ സംസ്കൃത ഭാഷയിൽ പലയിടത്തും ആന്നികം
അന്നത്തെ സംബന്ധിക്കുന്ന വിഭാഗത്തെ സംബന്ധിക്കുന്ന അധ്യായങ്ങളുടെ പേരൊക്കെ ആന്നികം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അന്നം എന്ന വാക്കിന് വിഭാഗം എന്ന് മാത്രമാണ് ഇതിന്റെ അർത്ഥം. ആദ്യത്തെ വിഭാഗം ജീവികൾക്ക് പൊതുവായിട്ടുള്ളൂ. പ്രജാപതി കർമ്മം കൊണ്ട് സൃഷ്ടി ആരംഭിച്ചത് 7 വിധത്തിലാണ്. ആദ്യത്തെ സൃഷ്ടി പ്രജാപതിമാർക്ക് കൊടുത്തു. അത് എല്ലാ ജീവജാലങ്ങൾക്കും പൊതുവെ വേണ്ട സ്വഭാവങ്ങളാണ് അവ. അതിനെയാണ് ആദ്യത്തെ ഭാഷയിൽ അന്നം എന്ന് വിളിച്ചത്. രണ്ടാമത്തെ ഭാഗം ദേവന്മാർക്ക് കൊടുത്തു. അത് യജ്ഞമായിട്ടുണ്ട്, അതും അന്നമാണ്. പിന്നീടുള്ള 3 ഭാഗങ്ങൾ വാക്ക്, മനസ്സ്, പ്രാണൻ, അത് തനിക്ക് വേണ്ടി മാറ്റിച്ചു. വാക്ക്, മനസ്സ്, പ്രാണൻ എന്നിങ്ങനെ. അപ്പം അന്നത്തിന്റെ ഓരോ വിഭാഗത്തെ കുറിച്ചും പറഞ്ഞിട്ട് പശുക്കൾക്ക് പാലായി കൊടുത്തു. ഒന്ന് വാക്കും മനസ്സും തനിക്ക് പ്രാണനായി കരുതി വെച്ചു. മനസ്സും പ്രാണനും ഒന്നായി തീർന്നെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജഗത്ത് മുഴുവനും നാമം, രൂപം, കർമ്മം ഇവ കൊണ്ട് വ്യാപ്തമാണ്. ഇവയിൽ നാമമാണ് വാക്ക്, രൂപമാണ് കർമ്മം. അതുകൊണ്ട് ഈ വാക്കും കർമ്മവും തമ്മിൽ കൂടിച്ചേരുന്നത് വായുവിന്റെ സാന്നിധ്യത്തിലാണ്. എങ്കിൽ മാത്രമേ വാക്കുച്ചരിക്കാൻ പറ്റൂ. വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മമുണ്ട്, അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന് വായുവിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. അതുകൊണ്ട് മനുഷ്യലോകം എക്കാലത്തും വാക്കിലൂടെ ഈ വായുവിന്റെ ഉപാസന, പ്രാണോപാസന നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അന്നത്തെയും ഈ പ്രാണോപാസനയിലൂടെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രാണനില്ലെങ്കിൽ അന്നം ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രാണനാണ്. അതുകൊണ്ട് അന്നത്തെ ഉപയോഗിക്കാൻ അവിടെ പ്രാണൻ വേണം. ഈ 7 തരത്തിലുള്ള സപ്ത അന്നവിധികളിലും പ്രാണൻ അനിവാര്യമാണ്. മനുഷ്യർക്ക് കൊടുത്തു, ജീവജാലങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് മനുഷ്യലോകം എക്കാലവും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ ധർമ്മത്തിൽ കുടുങ്ങിപ്പോകരുത് എന്നാണ് ഈ ഉപനിഷത്തിന് പറയാനുള്ളത്. കർമ്മവിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അതിൽ കുടുങ്ങിപ്പോകരുത്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാഭ. അതുകൊണ്ട് വാക്കും മനസ്സും പ്രാണനും കർമ്മവും എവിടെ നിന്ന് പിന്തിരിഞ്ഞു പോരുന്നുവോ അവിടെയാണ് നമുക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട സ്ഥലം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തലാണ്. അപ്പൊ ഈ സപ്ത അന്നങ്ങൾ ഒരു 5-6 അധ്യായത്തിലേക്ക് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോഴെങ്കിലും ഉപനിഷത്ത് വിസ്തരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ മനുഷ്യർക്ക് കൊടുത്തു യജ്ഞമായിട്ട്, ദേവന്മാർക്ക് കൊടുത്തു യജ്ഞമായിട്ട്, പശുക്കൾക്ക് കൊടുത്തു, പക്ഷികൾക്ക് കൊടുത്തു, പിന്നെന്താണ് പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങൾക്ക് കൊടുത്തു, പിന്നെന്താണ് അചരങ്ങളായ വസ്തുക്കൾ കൊടുത്തു. ഈ പ്രപഞ്ചത്തിൽ അതിജീവിക്കുന്ന സമസ്ത പ്രാണിവർഗങ്ങൾക്കും വായുവായും 7ാമത്തെ കൊടുത്തു. അങ്ങനെ സപ്ത അന്നങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ നിറച്ചു വെച്ചു. കർമ്മം കൊണ്ടും അതേപോലെ അവരുടെ രൂപം കൊണ്ടും. എല്ലാത്തിനും ആകൃതികളുടെ രൂപം, അതിനൊക്കെ കർമ്മവും. അവരെല്ലാം അവരുടെ സ്വധർമ്മങ്ങൾ ചെയ്ത് പ്രാണോപാസന നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഉപാസനയെ അറിയേണ്ടത് എന്ന്. ഏത് വിധത്തിലാണ് പ്രാണോപാസന നിത്യജീവിതത്തിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നത് എന്ന് ഈ 7 അന്നവിഭാഗത്തിൽ കൂടി നമ്മെ ആദ്യം ബോധ്യപ്പെടുത്തി, തുടർന്ന് ഒരു കഥ പറയും. ഒരു ആഖ്യായിക രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഗർഗഗോത്രത്തിലുണ്ടായ ദൃപ്തബാലാഹി എന്നൊരു ബാലന്റെ കഥയാണ്. അവന്റെ പേര് ദൃപ്തബാലാഹി എന്നാണ്. ആ ബ്രാഹ്മണ ബാലൻ കാശി രാജാവായ അജാതശത്രുവിനെ എടുക്കച്ചത്. എന്തിനാണ്? രാജാവിനെ ആത്മജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടി ചെന്നതാണ്.
എന്നാൽ അദ്ദേഹം ഉപദേശിച്ച മുഴുവൻ അപരബ്രഹ്മത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ വിജ്ഞാനത്തെ കുറിച്ചാണ്. പരബ്രഹ്മത്തെ കുറിച്ചല്ല ഉപദേശിച്ചത്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത എല്ലാ വിജ്ഞാനങ്ങളും രാജാവിന് അറിവുള്ളതാണ്. ഇനി ഒന്നും പറഞ്ഞു കൊടുക്കാൻ ബാക്കിയില്ല എന്നായപ്പോൾ ആ ദത്തബാലാകി എന്ന ബാലൻ രാജാവിന്റെ ശിഷ്യനായി പരിണമിച്ചു. എനിക്ക് ഈ പരബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് രാജാവിന് ചോദിച്ചു. പഠിപ്പിക്കാൻ ചെന്നാണ്. പക്ഷെ പറയുന്നതൊക്കെ രാജാവിനറിയാം. എനിക്കിതല്ല വേണ്ടത്, നേതി നേതി നേതി. പിന്നെ എന്താ വേണ്ടത്? വേണ്ടത് പരബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അതെനിക്കറിയില്ല, എന്നെയും കൂടി പഠിപ്പിക്കൂ അത് എന്ന് പറഞ്ഞ് രാജാവിനോട് അഭ്യർത്ഥിച്ചു. അജാതശത്രു ആ പരാവിദ്യയെ കുറിച്ച് ദത്തബാലായിക്ക് വിസ്തരി ഉപദേശിച്ചു കൊടുത്തു. ഒറ്റ ശ്ലോകത്തിൽ ആ ഉപദേശത്തെ സംഗ്രഹിക്കുന്നുണ്ട്. ഫയഥ ഊർണനാഭി തന്തുന ഉച്ചരേദ്യഥ. എപ്രകാരമാണോ ചിലന്തി തന്റെ നൂലിന്റെ സഹായത്തോടെ മുകളിലേക്ക് സഞ്ചരിക്കുന്നത്. ചിലന്തി വലയുണ്ടാക്കാനുള്ള നൂല് തന്നിൽ തന്നെ എടുക്കുക. തന്നിൽ നിന്ന് വരുന്ന കൊഴുപ്പ് അത് പുറത്തേക്കെടുത്ത് ഇത്തിരി കട്ടി പിടിപ്പിച്ചിട്ട് അതുകൊണ്ട് പലതരത്തിലുള്ള ആകൃതിയിലുള്ള പലതര ഡിസൈനിലുള്ള മനോഹരമായ വലിയ വലകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് നൽകുന്നു. ഈ വലയുണ്ടാക്കാനുള്ള സാമഗ്രി എവിടുന്ന് കിട്ടി? വെളിയിൽ നിന്നല്ല. പിന്നെ എവിടെ നിന്ന്? അകത്തും തന്നെയാണ്. ഈ പരാ എന്നുള്ള ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയാൻ പോവാണ്. ഇതുവരെ ഈ രാജാവിന് കിട്ടിയത് എന്താണ് ഇവിടെ ദൃപ്തബാലായി കിട്ടിയത് രാജാവിൽ നിന്ന് പറഞ്ഞ വിജ്ഞാനമാണ്. അത് ഭൗതികമാണ്. പഞ്ചഭൂതങ്ങളെ കുറിച്ച് ഇവിടെ സംഭവിക്കുന്ന എല്ലാ അറിവും. പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടത് അതല്ല. അപ്പോഴാണ് പറഞ്ഞത് ഊർണനാഭി തന്റെ തന്തു ഉണ്ടാക്കുന്നത് എപ്രകാരമാണോ അഗ്നേഹ ക്ഷുദ്രാഹ വിസ്ഫുലിംഗാഹ വിചരന്തി. അഗ്നിയിൽ നിന്നും എങ്ങനെയാണ് തീപ്പൊരികൾ ഉണ്ടാകുന്നത്? തീപ്പൊരികൾ എത്ര നിസ്സാരമാണ്. അഗ്നി എത്രയോ വലുതാണ്, ഭയാനകമാണ്. ഒരു കാട് മുഴുവൻ കത്തിച്ചു കളയാം, ഒരു നാട് മുഴുവൻ എരിച്ചു കളയാം, ഒരു കപ്പൽ മുഴുവൻ കത്തിച്ചു കളയാം. എന്തൊക്കെ കഴിവാനുള്ളത്? ആ അഗ്നിയിൽ നിന്നുമാണ് നിസ്സാരങ്ങളായ തീപ്പൊരികൾ ഉണ്ടാകുന്നത് പോലെ ഏവം ഏവ അസ്മാത് ആത്മനഃ സർവേ പ്രാണാഃ. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യ സ്വരൂപനായ ഈശ്വരനിൽ നിന്നും സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിക്ഷരന്തി. എല്ലാ പ്രാണങ്ങളും എല്ലാ ലോകങ്ങളും എല്ലാ ദേവന്മാരും സമസ്ത ഭൂതങ്ങളും ഉയർന്നു വരുന്നത് ഉള്ളിൽ നിന്നാണ്. സഫ്യ ഉപനിഷത്ത്. അതിന്റെ ഉപനിഷത്താണ് ജ്ഞാനമാണ് ഈ പറയുന്നത്. സത്യക്ഷി സത്യമിതി പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. അതുകൊണ്ട് ഇതൊന്നും ഉപദേശിച്ചു തരുന്നതല്ല. പക്ഷെങ്കിൽ യോഗ്യത കണ്ടിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. മനുഷ്യ ജീവിതത്തിൽ അറിയേണ്ടത് ഈ പരാബ്രഹ്മമായ ആത്മചൈതന്യ സ്വരൂപത്തെ കുറിച്ചാണ്. ബാക്കിയൊക്കെ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്ന്, ചുറ്റും നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് ഒക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കേണ്ട ഈ പരാവിദ്യ, ആത്മജ്ഞാനമുണ്ട്, അതാണ് അറിയേണ്ടത്. അത് പ്രാണോപാസന കൊണ്ട് നേടിയെടുക്കാം എന്ന് ബോധ്യപ്പെടുത്തുക. ഓങ്കാരോപാസന അല്ല, പ്രാണോപാസന കൊണ്ട് അത് നമുക്ക് നേടിയെടുക്കാം. അതിന് വർണ്ണങ്ങൾ തടസ്സമല്ല, ആശ്രമങ്ങൾ തടസ്സമല്ല, ഒന്നുമല്ല. അത് ബ്രാഹ്മണനെ പറ്റൂ, ക്ഷത്രിയനെ പറ്റൂ, വൈശ്യനെ പറ്റൂ, ശൂദ്രനില്ല, അങ്ങനെയൊന്നുമില്ല. അത് ബ്രഹ്മചാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഗൃഹസ്ഥനെ പറ്റൂ, അങ്ങനൊന്നുമില്ല. ആർക്കും എന്ത് ചെയ്യാം. അതാണ് സത്യത്തിന്റെ സത്യമാണ് അത്. പ്രാണങ്ങൾ തന്നെയാണ് സത്യം. ആ സത്യത്തെ ഇങ്ങനെ ബ്രഹ്മചൈതന്യത്തിന്റെ സത്യാത്മകമാണ് എന്ന് വെളിപ്പെടുത്തി. ഇതാണ് കാശിരാജാവായ അജാതശത്രു ദൃപ്തബാലായിക്ക് ഉപദേശിച്ചത്. ഇതൊന്നും ഉപദേശിക്കാൻ ക്ഷത്രിയൻ
ബ്രാഹ്മണനെ ഉപദേശിക്കാമോ? എന്നൊന്നുമില്ല. അങ്ങനൊന്നുമല്ല. എവിടുന്ന് കിട്ടുമോ അവിടുന്ന് സ്വീകരിക്കണം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഗുരുക്കന്മാരൊക്കെ. ഭാഗ്യം കൊണ്ട്, സുഹൃതം കൊണ്ടാണ് ഒരിക്കൽ ഒരാൾക്ക് ഒരു ഗുരുവിനെ കണ്ടു കിട്ടുന്നത്. ആ ഗുരുവിൽ നിന്നുമാണ് ഇത് നേരിട്ട് അഭ്യസിക്കേണ്ടത്. ആത്മവിദ്യ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പരമാത്മ വിദ്യ എന്ന ആത്മബോധത്തെ ഉദാഹരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ചലന്തിക്ക് വരയുണ്ടാക്കാനുള്ള വിഷയങ്ങൾ തന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മീകരിക്കാൻ കഴിവുള്ള അഗ്നിയുടെ, പ്രചണ്ഡമായ അഗ്നിക്ക് ഏറ്റവും ലാഘവമായ തീപ്പൊരി പോലും അഗ്നിയിലുണ്ട്. ഇതുപോലെയാണ് പരമാത്മ ചൈതന്യ സ്വരൂപത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു, അതിൽ നിന്നുമാണ് എല്ലാം ഉണ്ടാകുന്നത് എന്ന് ഒരു ബോധ്യം ആദ്യം ഉണ്ടാകണം. ഈ ബോധ്യത്തെയാണ് ഈ ആത്മചൈതന്യ സ്വരൂപം എന്ന് പറഞ്ഞത്. തുടർന്ന് പദാർത്ഥങ്ങളെ രണ്ടായിട്ട് വിഭജിക്കുന്നു. മൂർത്തവും അമൂർത്തവുമായ പദാർത്ഥങ്ങൾ. പഞ്ചഭൂതങ്ങളാണ് പദാർത്ഥങ്ങൾ. അവയിലെ പൃഥ്വി, അപ്പ്, തേജസ് ഇത് മൂന്നും മൂർത്തങ്ങളാണ്. മൂർത്തങ്ങൾ ആകൃതിയുള്ളതാണ്. പൃഥ്വിക്ക് ആകൃതിയുണ്ട്, ജലത്തിന് ആകൃതിയുണ്ട്, ഏത് പാത്രം എടുക്കുന്നോ ആ ആകൃതി. തേജസ്സിന് ആകൃതിയുണ്ട്, എന്തിൽ അത് പ്രകാശിക്കുന്നോ അതിന് അതിന്റെ ആകൃതി. വിളക്കാണെങ്കിൽ വിളക്കിൽ, വിറകിലാണെങ്കിൽ വിറകിൽ, മെഴുകുതിരിയാണെങ്കിൽ മെഴുകുതിരിയിൽ, ഏത് ഉപാധിയിലാണോ നിൽക്കുന്നത് അതിന് എന്തുണ്ട്? ആകൃതിയുണ്ട്. പൃഥ്വി, അപ്പ്, തേജസ്. ഇനിയും ആകൃതിയും രൂപവും ഇല്ലാത്ത രണ്ടെണ്ണമാണ് ആകാശവും വായുവും. അത് അമൂർത്തങ്ങളാണ്. ആകാശത്തിന് രൂപമില്ല, വായുവിന് രൂപമില്ല. അത് രണ്ടും അമൂർത്ത ദ്രവ്യങ്ങളാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പഞ്ചഭൂതങ്ങളെ രണ്ട് വിഭാഗമായി തിരിച്ച് മൂർത്തദ്രവ്യമെന്നും അമൂർത്തദ്രവ്യമെന്നും അതിനെ രണ്ടാക്കി കാണിച്ചിട്ട് ഈ പഞ്ചഭൂത ഉപാസനയിൽ ഒരു ഉപാസകൻ മൂർത്തദ്രവ്യങ്ങളെ അല്ല ഉപാസിക്കേണ്ടത്. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ അഗ്നിയെ ഉപാസിക്കാം, ജലത്തെ ഉപാസിക്കാം, പൃഥ്വിയെ ഉപാസിക്കാം. പക്ഷെ ഇതല്ല നമ്മുടെ ലക്ഷ്യം. അമൂർത്തമായ ഈ പ്രാണന്റെ ഉപാസനയാണ്, വായുവിന്റെ ഉപാസനയാണ്, ആകാശത്തിന്റെ ഉപാസനയാണ്. അതിൽ വായുവിന്റെ ഉപാസനയാണ് ഒന്നാമത്തെ ഉപാസന. അതിന് പ്രാണോപാസന എന്ന് മുമ്പേ പറഞ്ഞു. ആകാശോപാസനയ്ക്ക് ദഹരവിദ്യ എന്ന് ഈ ഉപനിഷത്ത് പറയും. ആകാശം എന്ന് വെച്ചാൽ സ്പേസ് എന്നുള്ള അർത്ഥം, സ്ഥലം, വെറുതെ ഉള്ള സ്ഥലം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്പേസാണ്, സ്ഥലമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുമുണ്ട് വെറുതെയുള്ള സ്ഥലം, സ്പേസ്. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ പരമാത്മ ചൈതന്യ സ്വരൂപനായി ഈശ്വരനിരിക്കാൻ പാകത്തിന് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അതിനാണ് ദഹരവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആകാശത്തെ ഉപാസിച്ച് ദഹരവിദ്യയിൽ കൂടി ഈശ്വരനിലേക്ക് എത്തണം. വായുവിനെ, പ്രാണനെ ഉപാസിച്ച് പ്രാണോപാസനയുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ ഉപാസന ആവശ്യമില്ല. അതാണ് ഈ ഉപാസനയുടെ മുഖ്യമായ വഴി എന്ന്. ഉപാസന അവിടം വരെ എത്താനുള്ള പടിയാണ്, സ്റ്റെപ്പാണ്. എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല. മുകളിൽ കയറിയാൽ പിന്നെ താഴത്തെ പടി ഉപയോഗിക്കില്ല. താഴോട്ട് ഇറങ്ങി വരാനല്ല താഴത്തെ പടി, മറ്റുള്ളവർക്ക് കയറി വരാൻ വേണ്ടിയാണ്. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ പദവിയിലേക്ക് നമ്മളെ എന്ത് ചെയ്യണം? എത്തിക്കണം. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ സാർത്ഥകത. ഉപാസന ഏതൊക്കെ തരത്തിൽ വേണമെന്ന് വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഉപനിഷത്താണ് ബൃഹദാരണ്യം. അത് ഏറ്റവും അധികം വേണ്ടത് ഗൃഹസ്ഥാശ്രമിക്കല്ല, വാനപ്രസ്ഥൻ. എപ്പോഴാണോ വിദഗ്ധി നേടുന്നത്, കുടുംബ ജീവിതത്തെ ധാരാളം അനുഭവിച്ചു മതിയായി. അങ്ങനെ വിദഗ്ധി നേടി ഓരോന്നിനെയും പതുക്കെ ത്യജിച്ച് ഉപേക്ഷിച്ചിട്ട് ഓരോ കർമ്മത്തിലും ഉള്ള ഉപാസനയെ മാത്രം സ്വീകരിക്കും. സന്ധ്യാവന്ദനം ബ്രഹ്മചാരിക്ക് വേണം, ഗൃഹസ്ഥന് വേണം. വാനപ്രസ്ഥനിലേക്ക് വരുമ്പോൾ സന്ധ്യാവന്ദനത്തിന്റെ ഭൗതികമായ ചടങ്ങുകൾ ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് ആത്യന്തികമായ ആന്തരലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ കൂടി ജ്ഞാനത്തിലേക്ക് എത്തണം. ഇപ്പൊ ഇവിടെ കർമ്മത്തെ ജ്ഞാനമാക്കി മാറ്റുകയാണ്. സന്ധ്യാവന്ദനത്തിന് പ്രത്യേകിച്ച് ഫലം ഉണ്ടാവില്ല. ഫലം ആഗ്രഹിച്ചല്ല ചെയ്യേണ്ടത്. അത് നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റെപ്പാണ്.
ആ പടി ഉപയോഗിച്ച് മുകളിലേക്ക് കയറി ലക്ഷ്യത്തിലെത്തണം. അതിനാണിത് ഉപയോഗിക്കുന്നത്. എന്നിങ്ങനെ ഓരോ കർമ്മത്തെയും ഉപാസനയാക്കി മാറ്റി അതിൽ അമൂർത്തങ്ങളായ ആകാശത്തെയും വായുവിനെയും ഉപാസിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരണം എന്ന് 1-ാം അധ്യായം കൊണ്ട് ഉപന്യസിച്ചു തീർത്തു. ഇനി 2-ാം അധ്യായത്തില് ഈ ഉപനിഷത്തിലെ പ്രസിദ്ധമായ ഒരു വിഷയമാണ് യാജ്ഞവൽക്യന്റെ കൃതി. ഇവിടെ അറിയപ്പെടുന്നത് യാജ്ഞവൽക്യന്റെ ഉപനിഷത്തായിട്ടാണ്. അത് 2-ാം അധ്യായത്തിലാണ് വരുന്നത്. നമുക്ക് അടുത്ത പുസ്തകം നോക്കാം. എനിക്ക് ഒരു മീറ്റിംഗിൽ ഒന്ന് പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് മുമ്പ് ഇപ്പോൾ ഉപസംഹരിക്കാം. ആർക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ ഉപസംഹരിക്കാം. നമസ്തേ. ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ഇതിനകത്ത് പ്രഥമോധ്യായത്തില് ഈ പ്രഥമ ബ്രാഹ്മണ, ദ്വിതീയ ബ്രാഹ്മണ, തൃതീയ ബ്രാഹ്മണ എന്ന് 2-3 സെക്ഷൻസ് ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഈ ഉപനിഷത്തിനെ തിരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഓരോന്നും ഓരോ ബ്രാഹ്മണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 6 അധ്യായങ്ങളാണ്. 6 അധ്യായമാണ്. 2 അധ്യായം വീതം ഓരോ കാണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കേണ്ടത്. മധുകാണ്ഡം, യാജ്ഞവൽക്യകാണ്ഡം അല്ലെങ്കിൽ ഖിലകാണ്ഡം. ഈ ഓരോന്നിനെയും 47 ബ്രാഹ്മണങ്ങളായിട്ട് പിന്നെ തിരിച്ചു. ഉപവിഭാഗങ്ങളാണ്. എല്ലാത്തിനും കൂടെ 47 ബ്രാഹ്മണമുണ്ട്. അപ്പം ഓരോ അധ്യായത്തിലും ആ ഈ 2 കാണ്ഡങ്ങളിൽ 7ഉം 8ഉം 10ഉം 12ഉം വീതം ബ്രാഹ്മണങ്ങൾ. അങ്ങനെയാണ് ഈ ഉപനിഷത്തിന്റെ രചനാർത്ഥം. അങ്ങനെ വരുന്ന അധ്യായത്തിന് പകരം കൊടുക്കുന്ന പേരാണ് ബ്രാഹ്മണം എന്ന്, അല്ല മറ്റൊന്ന്. നമസ്തേ. നമസ്തേ. നമ്മളെ ബ്രഹ്മത്തിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരുണ്ടായി എന്നാണല്ലോ ഇപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഉണ്ടായിരുന്നില്ല. ആ ബ്രഹ്മത്തിന്റെ ഒരു ഭാഗം, അതായത് പ്രകാശ സ്വരൂപമായി കാണപ്പെടുന്ന ബ്രഹ്മചൈതന്യത്തിന്റെ ഒരു ഭാഗം പുരുഷനും ഒരു ഭാഗം സ്ത്രീ. നമ്മള് ഭാഗവതത്തിൽ പറയുമ്പോ ബ്രഹ്മാവിൽ നിന്നെന്ന് പറയുന്നത് 2 ഒന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അത് ബ്രഹ്മാവിൽ നിന്ന് പിന്നീടാണ്. ബ്രഹ്മാവിൽ ഇത് 2ഉം ഉണ്ടായത് കൊണ്ടാണ് ബ്രഹ്മാവിന് അങ്ങനെ പറ്റിയത്. സർഗവും വിസർഗവും. സർഗമല്ലേ ആദ്യം, വിസർഗം പിന്നീടേ ഉള്ളൂ അല്ലേ? അത്ര. അതിൽ നിന്നും ആദ്യം അതുകൊണ്ടാണ് ബ്രഹ്മാവിൽ 2 ഭാവനയിൽ 2ആയിട്ട് സൃഷ്ടിക്കാൻ പറ്റുന്നതാണ്. ഇത് ഉള്ളിലുള്ളത് കൊണ്ടാണ്. എല്ലാത്തിലും ഉണ്ട് ഈ 2 ഈ മിഥുനഭാവം, സ്ത്രീയും പുരുഷനും. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അതുപോലെ ഇപ്പം അവസാനം പറഞ്ഞ് ആകാശ ഈ വായു പ്രാണോപാസനയിൽ കൂടെയും വായു എങ്ങനെയെന്നാ എനിക്കതങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു. വായു മനസ്സിലായി. പ്രാണോപാസന, ആകാശോപാസന, ഇത് 2 ഉപാസനകളുണ്ട്. അതില് പ്രാണനെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ പഞ്ചപ്രാണുണ്ട് നമ്മുടെ ശരീരത്തില്. ഓരോന്നിനെയും പതുക്കെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയിട്ട് ബലിഷ്ഠമായി അടക്കി നിർത്താൻ സാധിക്കാം. പ്രാണാപാന ഉദാന വ്യാന സമാനങ്ങളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കണം. അത് പ്രാണായാമം കൊണ്ടാണ് സാധിച്ചെടുക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനം പ്രാണായാമം. അത് നിരന്തരം ചെയ്താൽ ഈ 5നെയും നമുക്ക് അടക്കി നിർത്താൻ പറ്റും. അങ്ങനെ 5നെയും അടക്കി നിർത്തുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഈ ബ്രഹ്മചൈതന്യ സ്വരൂപത്തിന്റെ പ്രകാശം ശരിക്കും അറിയാൻ പറ്റൂ. അത് അനുഭവിച്ചറിയാൻ പ്രാണോപാസന അനിവാര്യമാണ്. അത് മനസ്സിലായിരുന്നു. ആകാശോപാസനയാ മനസ്സിലാവുക. ആകാശം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മമാണല്ലോ. ആകാശം പോലെ നിൽക്കുക. അതില്ലാത്തൊരു സ്ഥലമില്ല. അത് ഈ പ്രപഞ്ചത്തിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും എന്തുണ്ട്? ആകാശമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ചുമ്മാ കുറച്ച് സ്ഥലമുണ്ട്. വയറ്റിനകത്തുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. അചരങ്ങളിലും ഉണ്ടോ ശില? ഉണ്ട്. എല്ലാറ്റിലും ഉണ്ട്. സമസ്ത ജീവജാലങ്ങളിലും ഉണ്ട് ഈ സ്പേസ്. അതുകൊണ്ടാണ് അവർക്കുള്ള നിലനിൽക്കാൻ പറ്റുന്നത്. സ്പേസിലെ നിലനിൽക്കാൻ പറ്റത്തില്ല. സ്ഥലമില്ല എന്ന് പറയും.
ഇടമാണ്, സ്ഥലമാണ് സ്പേസ്. അതുള്ളത് കൊണ്ടാണ് നിൽക്കുന്നവരുടെ. അപ്പൊ വൃക്ഷത്തിന് ഇവിടെ നിൽക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടാവണം. അതൊന്നും നിൽക്കില്ല. നമ്മുടെ ഉള്ളിൽ ഹൃദയാകാശത്തിൽ അതുണ്ട്. ഹൃദയത്തിനകത്തുള്ള ഒരു സ്പേസ്, അതിനെയാണ് ഹൃദയാകാശം എന്ന് പറയുന്നത്. അവിടെയാണ് എന്താണ് ഈ ബ്രഹ്മത്തിന്റെ സ്ഥിതി, ഇരിപ്പ് എന്നാണ് ഭാഷാക്കുന്നത്. കാരണം റെഫ്റ്റ് ചെയ്യുന്നത്, മനസ്സ് റെഫ്റ്റ് ചെയ്യുന്ന അവിടെയാണ്. അതുകൊണ്ട് സാർ ഡോട്ട് ചോദിച്ചോട്ടെ. ആ. ഈ ദഹരവിദ്യ ഈ ദഹരം എന്ന വാക്ക് എവിടെ നിന്ന് വന്നിട്ടുള്ളത്? ദഹരവിദ്യ എങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ സാറേ? അതിന് വരുന്നുണ്ട്. ദഹരം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അകത്തുള്ള സ്പേസിന് കൊടുക്കുന്ന പേരാണ്. ഗുഹ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ. ആ ഗുഹയിലാണ്, അന്ന് ആ സ്പേസിലാണ്. അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഞാൻ ഒരു സർജനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, ഹൃദയം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അകത്തൊരു സ്പേസ് കാണാറുണ്ട്, അത് വളരെ തുച്ഛമാണ്. പക്ഷെ ചുമ്മാ ഇടയെന്നല്ല, ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവും. അതിനെയാണ് ഇവിടെ കോഴിമുട്ടയ്ക്കകത്തും ഒരു കോഴിമുട്ട എല്ലാറ്റിലും ഉണ്ട്. മനുഷ്യ ഹൃദയത്തിന്റെ ഉള്ളിൽ എല്ലാറ്റിലും ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ കോഴിമുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഇടം കാണാം. അതെ സാർ, ഒരു ഡൗട്ട്. ഇപ്പോ മനുഷ്യന് എപ്പോഴാ ഉണ്ടായത്? എപ്പോഴെന്ന് ചോദിച്ചാൽ ആദ്യം മനുഷ്യന്റെ ആദ്യത്തെ ഉൽപ്പത്തി, അതായത് ആദ്യത്തെ മനുഷ്യൻ, അതെപ്പോഴാ ഉണ്ടായത്? ഇതിപ്പോ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണോ? എല്ലാവരും ഒരുപോലെ ഉണ്ടായവരാണ്. കുരങ്ങന്മാര്, മൃഗങ്ങള്, ജീവജാലം, ഇതൊക്കെ സൂക്ഷ്മ സ്വരൂപത്തിൽ ബ്രഹ്മചൈതന്യ സ്വരൂപനായ ഈശ്വരന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ഒന്നിൽ നിന്ന് മറ്റുണ്ടായതല്ല. അത് പിൽക്കാലത്ത് പാശ്ചാത്യർ ഉണ്ടാക്കി വെച്ച സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. ഭാരതത്തിന്റെ അല്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ ഈ പാശ്ചാത്യർ തന്ന മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. നമ്മളെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അവര് തന്ന അറിവ് മാത്രമേ, അതാണ് ശരിയെന്നാണ് നമ്മുടെ ബോധം. പക്ഷെ നമ്മുടെ വേദങ്ങൾ അതല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. ആർക്കറിയാം? വേദം ആർക്കും അറിയത്തില്ല, ആരും ഇത് പഠിച്ചിട്ടില്ല. ഇവിടെ പരിണാമം ഉണ്ടാകുന്നില്ല. ഈ ഉണ്ടായ വസ്തു എല്ലാം അതേപോലെ അണുസ്വരൂപത്തിൽ ഈശ്വരന്റെ ഉള്ളിലുണ്ടായിരുന്നു. സൃഷ്ടിച്ചപ്പോൾ അതിനെ എല്ലാം വീണ്ടും ഓരോ സൃഷ്ടിച്ചാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തിന്റെ സമയത്തെ മാനിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഇല്ല? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിക്കാം. ജയശങ്കര. പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. എല്ലാവർക്കും ഇന്നത്തേക്ക് വിടാം. ജയശങ്കര. 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 ജയശങ്കര.